രണ്ടാമത് പ്രത്യക്ഷത്തിൽ കാണുന്ന ഒരു മുസ്ലിമിന്റെ അടയാളം യുഖീമൂന സ്വലാ. ഉസ്താദിനോടത് പറയാനാ പറഞ്ഞത്, പക്ഷേ അവിടെ എത്തിയുള്ളൂ. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന സ്വലാ. നിസ്കരിക്കലല്ല ഒരു മുഅ്മിനായ മനുഷ്യന്റെ അടയാളം, മറിച്ച് നിസ്കാരത്തെ ഇഖാമത്ത് ചെയ്യലാണ്. നിസ്കാരം എന്ന് മാത്രം പറഞ്ഞിടത്തൊക്കെ ഖുർആൻ വിമർശിച്ചു പറഞ്ഞതാ. ഫവൈലുൻ ലിൽ മുസല്ലീൻ ഖാലൂ ലൻ നകുന മിനൽ മുസല്ലീൻ. അതേ സമയത്ത് ഒരു മുഅ്മിനിന്റെ അടയാളം ഇഖാമത്തുസ് സ്വലാ. ഇസ്ലാം എന്താണ്? ഇസ്ലാം ബുനിയൽ ഇസ്ലാം അലാ ഖംസിൻ, 5 കാര്യം. ഇഖാമിസ് സ്വലാ, നിസ്കാരം ഇഖാമത്ത് ചെയ്യുക, മുറക്ക് നിർവഹിക്കുക. അൽ മുഹാഫളതു അലാ അർക്കാനിഹാ വശുറൂതിഹാ വആദാബിഹാ വഔഖാതിഹാ. അതിൻ്റെ സമയങ്ങളും അതിൻ്റെ ആദാബുകളും അതിൻ്റെ ഫർളുകളും അതിൻ്റെ ഷർത്തുകളും ഒക്കെ ശ്രദ്ധിച്ച് സഗൗരവം ശ്രദ്ധിച്ചുകൊണ്ട് നിസ്കരിക്കുക. ഹിഫ്ള് എന്നല്ല, മുഹാഫളാണ്. ഹിഫ്ള് പറഞ്ഞാൽ സൂക്ഷിക്കുക, മുഹാഫള സഗൗരവം സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് നിസ്കരിക്കണം. ആ നിസ്കാരത്തിൻ്റെ വാർഷികമാണ് മിഅ്റാജ്. നിസ്കാരം നിലനിർത്തുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇബ്രാഹിം നബി ദുആ ചെയ്തു, റബ്ബന, അള്ളാഹുവേ എന്നെയും എൻ്റെ മക്കളെയും നീ ആക്കണം മിനൽ മുഖീമീന സ്വലാ. നിസ്കാരം ഇഖാമത്ത് ചെയ്യുന്നവരിൽ പെടുത്തണം. അഖിമിസ്വലാ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, കൃത്യമായി നിസ്കരിക്കണം, കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം ജീവിതത്തിൽ ഒരു അജണ്ടയായിട്ട് എടുക്കണം. 1000 ആളുകൾ ഉള്ളൊരു കല്യാണം നടത്തുകയാണ്. കല്യാണം നടത്തുമ്പോൾ എന്താ ഇവിടുത്തെ കല്യാണം? എനിക്ക് ഒരു കാലം വരെ കാസർഗോഡ് കല്യാണത്തിൽ പങ്കെടുത്ത് നോക്കിയിട്ടില്ല, കർണാടകയിലും പങ്കെടുത്ത് നോക്കിയിട്ടില്ല. കല്യാണം നടത്തുമ്പോൾ എന്താ? പന്തലിടും. അവിടെ വരുന്നവർക്ക് ഇരിക്കാൻ വേറെ പ്രത്യേക പന്തലുണ്ടാവും, ലൈറ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഭക്ഷണത്തിന് വേറെ പന്തലുണ്ടാവും, കൈ കഴുകാൻ വേറെ സ്ഥലം ഉണ്ടാവും, അവിടെ സോപ്പ് ഉണ്ടാവും, പല്ല് കുത്താൻ കോലുണ്ടാവും, എല്ലാം ഉണ്ടാവും. പഴയ കാലത്ത് സിഗരറ്റും കൊടുത്തിരും. പക്ഷേ 1000 ആളുകൾ കല്യാണത്തിന് വന്നാൽ അവർ നിസ്കരിക്കൽ എവിടുന്നാണ്? പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കും, സ്ത്രീകളോ? ആ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് നിസ്കരിക്കാൻ സൗകര്യം കണ്ടില്ല? ഒരു 10 സ്ത്രീകൾക്ക് ഒരുമിച്ച് നിസ്കരിക്കാനുള്ള സൗകര്യം എന്തുകൊണ്ട് കണ്ടില്ല? 10 സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാരക്കുപ്പായം എന്തുകൊണ്ട് തയ്യാർ ചെയ്തില്ല? നിസ്കാരം നിന്റെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം അങ്ങനല്ല. മുസ്ലിം ആദ്യം ശ്രദ്ധിക്കണം നിസ്കാരം. ഇത്രയും ആളുകൾ വരുമല്ലോ. പുരുഷന്മാരൊക്കെ ഞങ്ങളുടെ നാട്ടിൽ കല്യാണം തന്നാൽ ഭക്ഷണം കഴിച്ചാൽ പോലും പോവും. സ്ത്രീകൾ അങ്ങനല്ല. പെണ്ണ് കെട്ടുന്ന കല്യാണമാണെങ്കിൽ ആ പെണ്ണിൻ്റെ പുതുക്കം വന്നിട്ടേ പെണ്ണുങ്ങൾ പോവുള്ളൂ. കെട്ടിച്ചയക്കണ സ്ത്രീകളെ കല്യാണമാണെങ്കിലോ ആ സ്ത്രീയുടെ കൂടെ പുതുക്കത്തിൻ്റെ ഒപ്പേ പോവുള്ളൂ. എങ്ങനെയാണ് ലാസ്റ്റേ പെണ്ണുങ്ങൾ പോവുള്ളൂ. അത്രയും സമയം ആ പെണ്ണുങ്ങൾക്ക് ളുഹ്ർ നിസ്കരിക്കണ്ടേ, അസ്ർ നിസ്കരിക്കണ്ടേ? ഒരൊറ്റ നിസ്കാരം ഖളായിപ്പോയാൽ, സമയത്തെ തൊട്ട് തെറ്റിപ്പോയാൽ പിന്നെ ഈ കല്യാണത്തിന് എന്താ അർത്ഥം? അതുകൊണ്ട് മുസ്ലിമിൻ്റെ ജീവിതത്തിലൊരു അജണ്ടയാണ് ഇഖാമത്തുസ് സ്വലാ. അതുകൊണ്ടാണ് ബുദ്ധിയുള്ള കാലത്തോളം ഒരു മുസ്ലിമായ സ്ത്രീക്കും പുരുഷനും നിസ്കാരത്തിന് ഇളവില്ല. ഏത് പ്രയാസമാണെങ്കിലും ഒതുവില്ലെങ്കിലോ തയമ്മും ചെയ്യണം. തയമ്മും ചെയ്യാനുള്ള സൗകര്യമില്ലെങ്കിലോ ഒതും തയമ്മും ഇല്ലാതെ നിസ്കരിക്കണം. ഒരാൾ ഫ്ലൈറ്റിൽ കയറിയതാണ്, സൗദി അറേബ്യയിൽ നിന്ന് ഹജ്ജ് കഴിഞ്ഞ് വരികയാണ്, ഉംറ കഴിഞ്ഞ് വരികയാണ്. രാത്രി 2 മണിക്ക് ഫ്ലൈൻ കയറിയതാണ്. ഇവിടെ എത്തുമ്പോൾ 8 മണിക്ക് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്കൊരു സുബ്ഹ് നിസ്കാരമുണ്ട്. എത്ര പേരത് നിസ്കരിക്കലുണ്ട്? ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളോട് ഇത്രയും സമയം ഞാൻ നിങ്ങളോട് വഅദ് പറഞ്ഞിട്ട്
ഇത് സംഘടിപ്പിച്ച സംഘാടകർക്ക്, ഇതിനു വേണ്ടി അധ്വാനിച്ചവർക്കൊരു നേട്ടം വേണ്ടേ പറയാം. നിങ്ങൾക്കറിയുമോ, നേരത്തെ ഞാൻ പറഞ്ഞ ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അവർക്കൽ ജൗഹറുൽ മുനവ്വം എന്നൊരു വിശ്വപ്രശസ്തമായ ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ സുന്നത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായൊരു സുന്നത്തുണ്ട്. അതിനോളം ശ്രേഷ്ഠമായൊരു സുന്നത്തില്ല. ഒരു ഫർള് നഷ്ടപ്പെട്ടാൽ 1,00,000 സുന്നത്ത് കൊണ്ട് അത് നികത്തൂല. ഫർളായ ഒരു കാര്യം ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ആ നഷ്ടപ്പെട്ട കാര്യം നികത്താൻ 1,00,000 സുന്നത്ത് മതിയാവുകയില്ല. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, സുന്നത്തുകളെ കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്ത് മുത്ത് നബിയുടെ റൗള സിയാറത്ത് ചെയ്യലാണ്. തങ്ങളെ സിയാറത്തു ചെയ്യലാ. അതിനേക്കാൾ വലിയ ഒരു സുന്നത്തില്ല. ഇതാണ് സുന്നത്തുകളെ കൂട്ടി ഏറ്റവും വലിയ സുന്നത്ത്. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ സിയാറത്ത് ചെയ്യുക. ആ സിയാറത്തിന് വേണ്ടി നീ പോകാൻ ഉദ്ദേശിച്ചാൽ, മക്കളെ, ഞാനും നിങ്ങളും പഠിക്കണം, ദീൻ പഠിക്കണം. ഇത് പറയാൻ ഇന്ന് സമൂഹത്തിൽ ആളുകളുണ്ടോ? ഇത് പഠിക്കാൻ ഇന്ന് ആളുകളുണ്ടോ? ഇത് പഠിപ്പിക്കാൻ ഇന്ന് ആളുകളുണ്ടോ? ആരാ ഇതൊക്കെ ഒന്ന് പ്രസംഗിക്കാറ്? നിങ്ങൾ ഓർത്തു നോക്കി, ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, എന്നാൽ ഈ ലോകത്ത് ഏറ്റവും വലിയ സുന്നത്താകുന്ന സിയാറത്തിന് പോകാൻ, മുത്തുനബിന്റെ സിയാറത്തിന് പോകാൻ നീ ഉദ്ദേശിച്ചാൽ ആദ്യം നീ ചെയ്യേണ്ടത് യാത്രയിലുള്ള നിസ്കാരം പഠിക്കണം. യാത്രയിൽ കിബില എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നു നീ പഠിക്കണം. ജംഉം കസ്റുമാക്കുന്ന മസ്അല നീ പഠിക്കണം. തയമ്മും ചെയ്യാനുള്ള മസ്അല നീ പഠിക്കണം. യാത്രയിലുള്ള നിസ്കാരം നീ പഠിക്കണം. അത് പഠിച്ചിട്ടേ സിയാറത്തിന് പോകാൻ പാടുള്ളൂ, മുത്തുനബിന്റെ സിയാറത്തിന് പോകാൻ പാടുള്ളൂ. എന്നിട്ട് പറയുകയാണ്, കാരണം ഈ ഒരു സുന്നത്തെടുക്കാൻ ഒരു ഫർള് നിസ്കാരം നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ, ഒരു ഫർള് നിസ്കാരം നിനക്ക് ഖളാ ആയി പോയാൽ, അത് സമയത്തിന് നിർവഹിക്കാൻ പറ്റാതെ വന്നാൽ 1,00,000 സുന്നത്ത് കൊണ്ട് അത് പരിഹരിക്കുകയില്ല. നിങ്ങളെ നാട്ടിലിതാ ആലിമീങ്ങൾ ഇരിക്കുന്നു, വലിയ വലിയ ആലിമീങ്ങളാണ്. നിങ്ങളെ നാട്ടിലിതാ സയ്യിദന്മാരിയ്ക്കുന്നു. എന്നോട് ചോദിക്കണ്ട, അവരോട് നിങ്ങൾ ചോദിക്ക്. ഇബ്നു ഹജർ തങ്ങള് തന്റെ സവാജിറിൽ പറഞ്ഞത് കാണാ, അല്ലാ അല്ലാ, ഒരു വഖത്ത് നിസ്കാരം, ഒരൊറ്റ വഖത്ത് നിസ്കാരം സമയത്തെ തൊട്ട് പിന്തിച്ചാൽ, ഖളാ ആക്കിയാൽ, അസർ നിസ്കാരം ഖളാ ആയിപ്പോയി, അല്ലെങ്കിൽ സുബ്ഹ് നിസ്കാരം ഖളാ ആയിപ്പോയി. ആ നിസ്കാരം ഖളാ ആയിപ്പോയാൽ അല്ലാഹു പൊറുത്തിട്ടില്ലെങ്കിൽ, അതിന് പടച്ച റബ്ബ് നരകത്തിലിട്ട് ശിക്ഷിക്കുകയാണെങ്കിൽ 80,000 കൊല്ലം അതിൻ്റെ പേരിൽ നരകത്തിൽ അല്ലാഹു ശിക്ഷിക്കുന്നതാണ്. അല്ലാഹ് പൊറുത്തു തന്നില്ലെങ്കിലോ, ആ പൊറുത്തു തരാത്ത കാര്യത്തിന് 80,000 കൊല്ലം നരകത്തിലിട്ട് ശിക്ഷിക്കും. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാം, എല്ലാ മുഅ്മിനീങ്ങളോടും പറയാം. എൻ്റെ പ്രഭാഷണം കൊണ്ട് നിങ്ങളെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകരുത്. റബ്ബിനെ പറ്റി നിങ്ങൾക്ക് നിരാശ വരരുത്. നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രതീക്ഷയില്ലാതെയാവരുത്. പക്ഷെ ഒരു കാര്യം പറയാം, നമ്മളെ ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടില്ലേ? ഉളു എടുക്കുന്നത് കൊണ്ട് പാപങ്ങൾ പൊറുക്കും, നിസ്കാരം കൊണ്ട് പാപങ്ങൾ പൊറുക്കും, അതേ നോമ്പെടുക്കുന്നത് കൊണ്ട് പാപങ്ങൾ പൊറുക്കും, വെള്ളിയാഴ്ച ജുമാ കൊണ്ട് പാപങ്ങൾ പൊറുക്കും,
അതേ ഹജ്ജ് ചെയ്താൽ പ്രസവിക്കപ്പെട്ട ഉമ്മ പോലെ സർവ പാപങ്ങളും പൊറുക്കും. ധർമ്മം കൊണ്ട് പാപങ്ങൾ പൊറുക്കും. അതേ റജബ് മാസത്തിൽ അല്ലാഹു പാപങ്ങൾ പൊറുക്കും. ഈ പൊറുക്കുന്ന പാപങ്ങളൊക്കെ ഇതൊക്കെ പൊറുത്താൽ പിന്നെ ശിക്ഷ കിട്ടൂല എന്ന് നിങ്ങളാരും മനസ്സിലാക്കണ്ട, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. അല്ലാഹു തആല ഒരു പാപം പൊറുത്താൽ ആ പാപം പൊറുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നരകത്തിലിട്ട് ശിക്ഷിക്കൂലേ ഉള്ളൂ. എവിടെയെങ്കിലും വെച്ച് റബ്ബ് നിന്നോട് പകരം വീട്ടാതിരിക്കൂല. വമൻ യഅ്മൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, അണുമണി തൂക്കൻ ശർറ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹറാമ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദുൽമ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വെച്ച് നിന്റെ റബ്ബ് നിന്നോട് അത് വീട്ടാതിരിക്കൂല. ഒരുപക്ഷെ ദുനിയാവിൽ വെച്ച്, അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഖബറിൽ വെച്ച്, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസത്തില്, അല്ലെങ്കിൽ മഹ്ശറിൽ വെച്ച്, അല്ലെങ്കിൽ വിചാരണയുടെ സമയത്ത്, അതുമല്ലെങ്കിൽ സിറാത്ത് പാലം കടക്കുമ്പോൾ അവിടെയെങ്കിലും അല്ലാഹു നീ ചെയ്ത തെറ്റിന്റെ ശിക്ഷ നിന്നെക്കൊണ്ട് അല്ലാഹു തആല നിന്നെക്കൊണ്ട് അല്ലാഹു ചെയ്യുന്നതാ, അല്ലാഹു വീട്ടുന്നതാ. അതുകൊണ്ട് അവസാന കാലം വരുമ്പോ ഒരജ്ജും ചെയ്ത് പാപങ്ങളൊക്കെ പുറത്ത് എല്ലാം ശരിയാന്ന് മനസ്സിലാക്കണ്ട. ഒരൊറ്റ നിസ്കാരം ഖളായി പോയാൽ അല്ലാഹു പൊറുത്തിട്ടില്ലെങ്കിൽ 80,000 കൊല്ലം അതിൻ്റെ പേരിൽ നരകശിക്ഷ അനുഭവിക്കേണ്ടതാ. 1 മിനിറ്റ് നരകം അനുഭവിക്കാൻ നിനക്ക് കഴിയുമോ? 1 മിനിറ്റ്, 1 സെക്കൻഡ് നേരം അല്ലാഹുവിന്റെ നരകശിക്ഷ അനുഭവിക്കാൻ കഴിയുമോ? ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യുസിഖു വസാഖഹു അഹദ്. അല്ലാഹുവിന്റെ ശിക്ഷ എത്ര വലുതാ! അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ, അവൻ പൊറുത്തു തരട്ടെ. സുബ്ഹാനല്ലാഹ് വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ചെറിയ ചെറിയ ശിക്ഷകൾ അല്ലാഹു ദുനിയാവിൽ നിന്നു തന്നെ ആസ്വദിപ്പിക്കും, നിനക്ക് കാണിച്ചു തരും. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങള് ഖിലാഫത്ത് നടത്തുന്ന കാലം, തങ്ങൾ വഫാത്തായിട്ട് 2 കൊല്ലം തികഞ്ഞിട്ടില്ല. 10,000-കണക്കിന് സ്വഹാബികൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന കാലം, മദീനത്ത് പള്ളിയിലെ ഒരു മയ്യത്ത് കൊണ്ടുവന്നു. ആ കട്ടിൽ വെക്കപ്പെട്ട മയ്യത്ത് സ്വഹാബാക്കൾ കൂടി നിസ്കരിക്കുന്നു. നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ മയ്യത്തിൻ്റെ തലഭാഗത്തുനിന്ന് ഒരു അനക്കം കാണാനിടയായി. നിസ്കാരം കഴിഞ്ഞപ്പോൾ മയ്യത്തിൻ്റെ ബന്ധപ്പെട്ടവർ പറഞ്ഞു, ഈ മയ്യത്തിൻ്റെ മരണത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കെട്ടഴിച്ച് പരിശോധിക്കണം. ഹബീബായ തങ്ങളെ കാലത്ത് ഇങ്ങനൊരനുഭവം ഇല്ല. കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച മയ്യത്തിൻ്റെ കഫം പുടായിക്കാൻ പറ്റുമോ? അതിന് മാതൃകയുണ്ടോ? തർക്കങ്ങളായി സ്വഹാബാക്കളെ മുൻപിൽ വെച്ച് ആ മയ്യത്ത് അഴിക്കാൻ തീരുമാനിച്ചു. 10,000-കണക്കിന് സ്വഹാബികളുണ്ട്, സിദ്ദീഖുൽ അക്ബർ ഉണ്ട്, ഉമറുൽ ഫാറൂഖ് തങ്ങളുണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുണ്ട്, ഇമാം മാലിക് തങ്ങൾ മദീനയിലെ താരീഖ് മദീനയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മയ്യത്ത് ഇങ്ങനെ അഴിക്കുമ്പോൾ തലക്കുഭാഗത്തുള്ള കെട്ടഴിച്ച് അതാ കഫൻ തുണി നീക്കിയപ്പോൾ കണ്ണിൽ നേരെ പഞ്ഞിയ, മുഖത്തിന് മുഴുവനും പഞ്ഞിയ. ആ പഞ്ഞി നീക്കിയപ്പോ കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു വലിയ സർപ്പം ഈ മയ്യത്തിൻ്റെ കഴുത്ത് വരിഞ്ഞ് മുറുക്കിയിരിക്കുന്നു. അതിൻ്റെ പത്തീത ഈ കവിളിൽ വെച്ചിരിക്കുന്നു. ഇടക്കിടക്ക് അതിങ്ങനെ ഉയർത്തിയിട്ട് ഈ നെറ്റിയിൽ ഇങ്ങനെ കൊത്തുന്നു. സഹാബത്ത് പരിഭ്രമിച്ചു. എപ്പോഴാണ് ഈ സർപ്പം അകത്ത് കടന്നത്? കുളിപ്പിക്കുന്ന സമയത്തില്ല, കഫൻ ചെയ്യുമ്പോഴില്ല. ആയത്തുകൾ കണ്ട, ഹദീസുകൾ കണ്ട, ചരിത്രങ്ങൾ കണ്ട,
എന്ന് ധിക്കാരത്തോടുകൂടി തിരിഞ്ഞു കളയുന്ന ആ ധിക്കാരിയുടെ കഥാ കഴുത്ത് പിടിച്ച് ഞെരുക്കാൻ, അവന്റെ കൂടെ കിടക്കാൻ, അവന്റെ നെറ്റിയിൽ കൊത്താൻ ഞാനുണ്ടാകും സ്വഹാബാ. അല്ലാഹു നിർബന്ധമാക്കിയ സക്കാത്ത് കൊടുക്കാതെ പണം സൂക്ഷിക്കുന്ന പണക്കാരൻ, സ്വർണം സൂക്ഷിക്കുന്നവൻ, വെള്ളികൾ സൂക്ഷിക്കുന്നവൻ, അവന്റെ കൂടെ കിടക്കാൻ, അവന്റെ കഴുത്ത് വരിഞ്ഞു മുറുക്കാൻ ഞാനുണ്ടാകും സ്വഹബാ. വേണമെങ്കിൽ മയ്യത്ത് കഫൻ ചെയ്ത് മറവ് ചെയ്തോളൂ, എന്നെ തല്ലാനും കൊല്ലാനും നിങ്ങൾക്ക് കഴിയില്ല. ആയിരക്കണക്കിന് ആളുകളെ സാന്നിധ്യത്തിൽ ഈ മയ്യത്ത് സർപ്പത്തോടുകൂടി കഫൻ ചെയ്ത് മറവ് ചെയ്തതാ. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി. ചെറിയ ചെറിയ പനിഷ്മെന്റ് നാം ഇങ്ങനെ ഇടയ്ക്ക് കാണിച്ചു കൊടുക്കും. ആരെയും പേടിപ്പിക്കാനല്ല, ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല, അല്ലാഹ് നിന്ദിക്കാനല്ല. ലഅല്ലഹും യർജിഊൻ, മടങ്ങി വരാനാ, തിരിച്ചു വരാനാ, റബ്ബിലേക്ക് തിരിച്ചു വരാനാ, ദീനിലേക്ക് തിരിച്ചു വരാനാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അല്ലാഹ് ബോധം നൽകട്ടെ, ഇജാബത്തുള്ള മജ്ലിസിൽ അല്ലാഹ് ഉൾപ്പെടുത്തട്ടെ. ഇതൊക്കെ പറയാൻ തൗഫീഖ് തന്ന സ്ഥിതിക്ക്, കേൾക്കാൻ തൗഫീഖ് തന്ന സ്ഥിതിക്ക്, നമ്മളെ ഇവിടെ അല്ലാഹ് ഒരുമിച്ച് കൂട്ടിയ സ്ഥിതിക്ക്, ഇതിനെല്ലാം നമുക്ക് സാഹചര്യം ഒരുക്കി തന്ന സ്ഥിതിക്ക് അവൻ്റെ മഹ്ദായ ഫദ്ല് കൊണ്ട് അവൻ കബൂൽ ചെയ്യട്ടെ, ഈമാൻ ഏറ്റിത്തരട്ടെ, ഹിദായത്ത് നിലനിർത്തി തരട്ടെ. ബഹുമാനപ്പെട്ട മുത്തുനബിൻ്റെ ഹക്ക് കൊണ്ട്, അഹ്ലു ബൈത്തിൻ്റെ ഹക്ക് കൊണ്ട്, ആശിഖീങ്ങളെ ഹക്ക് കൊണ്ട്, ഈ രാത്രിയുടെ ഹക്ക് കൊണ്ട്, ഈ രാത്രിയിൽ ഇറങ്ങുന്ന പരിശുദ്ധ അർവാഹികളെ ഹക്ക് കൊണ്ട്, നമ്മളാക്കിയ മശായിഖന്മാരെ ഹക്ക് കൊണ്ട്, ഈ മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പരിശുദ്ധ അർവാഹികളെ ഹക്ക് കൊണ്ട്, സ്വാലിഹീങ്ങളെ ഹക്ക് കൊണ്ട്, ഇവിടുത്തെ ഈ ശുഹദാക്കളെ ഹക്ക് കൊണ്ട് അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇജാബത്തുള്ള സദസ്സിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ, പാപങ്ങൾ പൊറുത്തു തരട്ടെ, കൽബ് നന്നാക്കി തരട്ടെ, ഇൽമ് ഏറ്റി തരട്ടെ.